കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്ത് ഇസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയവുമാകുന്നു. ഐ ഹോപ്പ് യു ആർ പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു ദ ഓൾ ദ മെസ്സേജസ്. ഈ കഴിഞ്ഞ 2 ദിവസമായി തോമസുട്ടി അങ്കിൾ കായംകുളത്ത് പറഞ്ഞ മെസ്സേജിൻ, I hope you are keeping a track of it. He's talking about faith. He's talking about how you can implement that faith in your life. നിങ്ങൾ കേൾക്കുന്ന ആ മെസ്സേജിൽ പറയുന്ന കാര്യം, ആ വിശ്വാസം എങ്ങനെ പ്രാവർത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ you can apply it in your life എന്ന് തോമസുട്ടി ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് an amazing class. So over to today's message. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ചേർന്ന് പാടിക്കേ. അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഉയർത്തിയെടുത്തു, അങ്ങേ ഉയർത്തിയെടുത്തു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തിയെടുത്തു, അങ്ങേ ഉയർത്തിയെടുത്തു യേശു രാജാവിനെ. ആരാധിക്കുന്നത്, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഘോഷിച്ചിടുന്നു, അങ്ങേ ഘോഷിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഘോഷിച്ചിടുന്നു, അങ്ങേ ഘോഷിച്ചിടുന്നു യേശു രാജാവിനെ. വായിക്കാം. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാൽ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിശ്വാസികളായി കഴിയുമ്പോൾ തോന്നും ഞാൻ ഏതോ കുറച്ച് നല്ലതായിരുന്നോണ്ടാണ്. നോ, ഒരിക്കലുമല്ല. അവൻ്റെ കൃപയാലാണ്. അവൻ്റെ കൃപയിലുള്ള എൻ്റെ ആശ്രയത്തിനാണ് വിശ്വാസം എന്ന് പറഞ്ഞു. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? അവരൊക്കെ പറഞ്ഞാട്ടെ. എന്നെ കൈവിടുകയില്ല കൃപയുള്ളവനായകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നതിനാ വിശ്വാസം. ചില ഉദ്ദേശിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തേണ്ട ഒരു വലിയ പവറാണ്. നോ, വിശ്വാസം നിൻ്റെ ശക്തിയല്ല. നീ ബലഹീനനാണെങ്കിലും അവൻ്റെ ബലത്തിലും നിന്നോടുള്ള അവൻ്റെ കരുണയിലും ആശ്രയിക്കാനുള്ള തോന്നലിനാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചില രോഗസൗഖ്യത്തിനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിശ്വാസം മതിയോ എന്നൊക്കെ. എൻ്റെ പൊന്നു സഹോദരൻ, നിൻ്റെ വിശ്വാസത്തെ അളക്കാനല്ല പറഞ്ഞു. അടുത്തിരിക്കുന്നത് നിന്നെ വിശ്വാസത്തെ അളക്കുന്നതിന് പകരം, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിൻ്റെ വിശ്വാസത്തെ അളക്കുന്നതിന് പകരം അവൻ്റെ കൃപയെ അളന്നാട്ട്. അളക്കാൻ കഴിയാത്തവൻ്റെ കൃപയെ നോക്കുക മാത്രം ചെയ്താട്ട്. അപ്പോൾ ഉള്ളിൽ കയറി വരുന്ന എന്തോ അതാണ് വിശ്വാസം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കൃപയിലേക്ക് നോക്കാതെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചില ശ്രമിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട, അവന് നിന്നോടുള്ള മഹാകരുണയെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നിന്റെ അകത്തുനിന്ന് എന്തോ ഉയർന്നു വരുന്നില്ലേ, അതാ തന്നെയാണ് ഈ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സൗഖ്യം നിന്റെ അരികിലുണ്ട്, വിടുതൽ നിന്റെ അരികിലുണ്ട്. ഏത് മദ്യപാന കെട്ടുകളും പൊട്ടിമാറും, ഏത് തകർന്ന കേസുകളും വിടുതലാകും. നിത്യജീവൻ നിന്റെ സ്വന്തമായി മാറും. അവിടുത്തെ അത്ഭുത കൃപയ്ക്കായി ആർപ്പോടെ വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുനാഥൻ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്.
യേശുനാഥൻ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. യേശുനാഥൻ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. അവന്റെ കൃപയിൽ ആശ്രയിച്ചവന്റെ നാമത്തെ വിളിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വായിക്കാം. അതിനും നിങ്ങൾ കാരണമല്ല. അടുത്തിരിക്കുന്ന ആൾ പറ, അതിന് നിങ്ങൾ കാരണമല്ല. ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. ദൈവത്തിന്റെ, അടുത്തിരിക്കുന്ന ആൾ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. നിനക്ക് അവനെ നോക്കണമെന്ന് തോന്നിയതുപോലും ദൈവം നിന്നിൽ തന്ന കൃപയാണ്. ഓ, ഈ നല്ല കർത്താവിന് നന്ദി അർപ്പിച്ചാട്ടെ. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നിന്നെ കൊണ്ടുവന്നത് കർത്താവാ. ഈ ഓഡിറ്റോറിയത്തിൽ നീ വരാനിടയായത് കർത്താവാ. പത്രത്തിൽ കണ്ടിട്ടായിരിക്കാം, TV-യിൽ കണ്ടിട്ടായിരിക്കാം, എന്നാൽ ഇന്നിവിടെ എത്തിച്ചത് കർത്താവാണ്. എത്തിച്ചെങ്കിൽ അത് വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് അത്ഭുത ദാനങ്ങൾ തന്നേ കർത്താവ് അയക്കത്തുള്ളൂ. വായ് തുറന്ന്, ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. അതിന് നിങ്ങൾ കാരണമല്ല. 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 അവന്റെ ദാനം അത്രയാകുന്നു. കർത്താവേ, ഇന്ന് പകൽ ദാനങ്ങളുടെ പിതാവേ, ദാനങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഇവിടെ ഉള്ളതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഞാൻ പാപിയാണ്, ഇന്ന് മരിച്ചാൽ എനിക്ക് നിത്യജീവൻ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്ന ആരെങ്കിലും, എന്താ നമുക്ക് ഉറപ്പില്ലാത്തതെന്നറിയോ? നമ്മൾ വിശ്വാസത്തിലല്ല, ഇപ്പോഴും കർമ്മത്തിലാണ് ആശ്രയിക്കുന്നത്. ഏതിലാണ് ആശ്രയിക്കുന്നത്? സ്വർഗത്തിൽ പോകാൻ മാത്രം ഞാൻ നന്നായോ എന്നാണ് നമ്മുടെ വിചാരം. അടുത്തിരിക്കുന്ന ആൾ, ഞാൻ സ്വർഗത്തിൽ പോകാൻ നന്നാകേണ്ട ആവശ്യമില്ല. നന്നല്ലാത്തവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മനസ്സുള്ളവന്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടക്കും. കർമ്മമാർഗക്കാരായ പരീശന്മാരോട് ശാസ്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ ആശ്രയിക്കുന്നു സ്വർഗത്തിൽ പോകാൻ. പക്ഷെ വേശ്യമാരും ചുങ്കക്കാരും കുഴപ്പക്കാരാണെങ്കിലും ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് അവർ എൻ്റെ അടുക്കൽ ഓടി വന്നിരിക്കുന്നു. അവർ കൃപയിൽ ആശ്രയിക്കുന്നു, നിങ്ങൾ കർമ്മത്തിൽ ആശ്രയിക്കുന്നു. അവൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മാത്രം മതി. പലരോടും ചോദിച്ചേ, സ്വർഗത്തിൽ പോകാൻ എന്നാ ചെയ്യണം? നന്നായിട്ട് ജീവിക്കണമെന്നാണ് പറയുന്നത്. അതിനാണ് ഈ കർമ്മമാർഗം എന്ന് പറയുന്നത്. യെസ്, നന്നായിട്ട് ജീവിച്ചാൽ പറ്റുമോ? പറ്റും. നല്ല ജീവിതത്തിലൂടെ സ്വർഗത്തിൽ പോകാനാ പ്ലാനെങ്കിൽ 100% നല്ലതായിരിക്കണം. അതാണ് യാക്കോബ് പറയുന്നത്, ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. നമ്മുടെ സ്വന്തം നല്ല ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ഏതൊക്കെ നല്ലതായിരിക്കണം പറഞ്ഞാട്ടെ. അതാണ് ചിന്തയിൽ പോലും തെറ്റ് വരാൻ പാടില്ല. അതാ യേശു പറഞ്ഞ, അങ്ങനെ നീ നല്ലതായിട്ട് തന്നെ പ്രസാദിപ്പിക്കാൻ ആ പ്ലാനെങ്കിൽ, സ്ത്രീയെ മോഹം വന്നിട്ടുണ്ടെങ്കിൽ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വേറൊരു മനുഷ്യനെ അവൻ അയാളൊരു കൊള്ളരുതാത്തവനായെന്ന് നീ പറഞ്ഞെങ്കിൽ നീ കൊലപാതകം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ചിലപ്പോൾ തോന്നും ആ സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരൊക്കെ നമ്മളെക്കാൾ മോശമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അവരെക്കായി മോശം ചിലപ്പോൾ നമ്മളായിരിക്കും. കാരണം മനസ്സിനകത്തുള്ളതൂടെ ശോധന ചെയ്യുന്ന ആ നല്ല കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ഒരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുമ്പോൾ, കർത്താവെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കെന്ന് പറയുമ്പോൾ, നിന്റെ ആ 0 കിട്ടിയ മാർക്ക് ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് ക്രൂശിൽ എനിക്ക് നിനക്കും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ മുഴുവൻ പരിഹാരം വരുത്തിയിട്ട് എനിക്ക് നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ വരുവീനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവീനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവീൻ കൃപകൾ ഒഴിയും കുരിശിനരികിൽ. വരുവീൻ കൃപകൾ ഒഴിയും കുരിശിനരികിൽ. വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. നമ്മുടെ പാപത്തെക്കാൾ
നമ്മുടെ മുഴുവൻ പാപങ്ങളെയും കരിച്ചില്ലാതാക്കുവാൻ ഏതിന് കഴിവുണ്ട്? അവിടുത്തെ കൃപയ്ക്ക്, സ്നേഹത്തിന്. അതുകൊണ്ടല്ല, നമ്മൾ പാപികളല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ പാപം ചെറുതായതുകൊണ്ടല്ല. നമ്മുടെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന അവൻ്റെ സ്നേഹം കൊണ്ട്. പക്ഷെ പാപത്തിനൊരു പരിഹാരം വരണമായിരുന്നു. പാപത്തിന് ഒരു ശമ്പളമുണ്ട്, മരണം. അത് ഏറ്റെടുക്കപ്പെടണമായിരുന്നു. അത് യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽവറിയിൽ മരിച്ചു, യാഗമായി അത് ഏറ്റെടുത്തു. നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ്റെ നീതി നമ്മുടേതായി മാറുകയാണ്. വിശ്വസിച്ച് എല്ലാവരും നീതിമാന്മാരാണ്. നമ്മൾ സ്വതവേ നീതിമാന്മാരല്ല, നീതീകരിക്കപ്പെട്ടതാണ്. ഒരു കേസിന് പിടിക്കപ്പെട്ടയാൾ, ഒരു കൊലപാതക കുറ്റത്തിന് തൂക്കിലേറ്റപ്പെടേണ്ട ആൾ, കോടതി അയാൾക്ക്, അല്ലെങ്കിൽ സുപ്രീം കോടതി, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദയാ ഹർജി പരിഗണിച്ച് ദയ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങനെ അയാളെ വെറുതെ വിടുകയാണെങ്കിൽ, അയാൾ കുറ്റവാളിയാണെങ്കിലും നീതീകരിച്ചു, ഇതുപോലെ നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാണ്ട് നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹനായിരുന്നു, പക്ഷെ നിങ്ങളുടെ ശിക്ഷ ആരേറ്റെടുത്തു? നമുക്ക് പകരമാറ്റ് ആരേറ്റെടുത്തു? പക്ഷെ ഇനി ഒരു കുറ്റവാളിയാണെന്ന് ചിന്തിക്കരുത്. ദൈവം മുമ്പാകെ നീ പരിപൂർണമായി നീതിമാനാണ്. പാപിയായിട്ടല്ല നിന്നെ സ്വർഗത്തിൽ അറിയുന്നത്, വിശുദ്ധന്മാരെന്നാണ്, നീതിമാന്മാരെന്നാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ സഹോദരിയുടെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിട്ടാണ് ഇന്നിവിടെ വന്നത്. ഇന്നിവിടെ വരുന്ന സമയത്തും ഇങ്ങനെ മുടന്തി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് നവീൻ ബ്രദർ ഇവിടെ നിന്ന് വിളിച്ചു പറയാ, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് പ്രയാസമുള്ള വ്യക്തികളെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കുക എന്ന് പറഞ്ഞ സമയത്ത് ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് എറങ്ങിയപ്പോഴും എനിക്ക് കാല് കുത്താൻ വയ്യായിരുന്നു. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റ വ്രണം വിങ്ങുന്ന പോലെ എൻ്റെ കാല് വിങ്ങുമായിരുന്നു. എത്ര നാളായിട്ടുണ്ട്? 1 വർഷമായിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡോക്ടറെ വല്ലതും കാണിച്ചോ? ഞാൻ ആരും കണ്ടില്ല, വേദന സഹിച്ചു പോകുമായിരുന്നു. അപ്പൊ ഈ ബസ്സിൽ ഭയങ്കര വേദനയാ കുത്തുമ്പോൾ. ഭയങ്കര ഇങ്ങനെ ഒരു കാലം ഇങ്ങനെ കുറേ നേരത്തേക്ക് അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഭയങ്കര ആരാധനയായിരുന്നു. ഈ ബ്രദർ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കാല് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചവിട്ടി നോക്കി, ഇങ്ങനെ എനിക്കൊരു വേദനയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചവിട്ടുവാ. സൗകര്യം വന്നപ്പോൾ മുതൽ ചവിട്ടോട് ചവിട്ടാണ്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. സഹോദരി പറഞ്ഞ വേദനയുള്ള ഭാഗത്ത് കരം വെക്കാൻ പറഞ്ഞു, ബ്രദർ പറഞ്ഞു. ആ സമയം സഹോദരി പറയുക, ശരീരത്തിൽ മുഴുവൻ വേദന, ഏത് ഭാഗത്ത് വെക്കണമെന്നറിയത്തില്ല, പക്ഷെ കർത്താവ് തൊട്ടു, പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. എനിക്ക് ഉച്ച തൊട്ട് പാദം വരെയും വേദനയായിരുന്നു. ഇപ്പം തലവേദന കൊണ്ട് 3 ദിവസം കൊണ്ട് ഉറക്കമില്ലാതിരിക്കുമായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞു വേദനയുള്ള ഭാഗങ്ങളിൽ കൈ വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 കൈ ഉള്ളല്ലോ കർത്താവേ, ഞാൻ എവിടോട്ട് വേദനയുള്ള ഭാഗത്ത് വെക്കും. പിന്നെ യൂട്രസിന് മുഴയുണ്ട്, അവിടെ കൈ വെച്ച്. തലയ്ക്ക് വേദനയുണ്ട്, ഒരു പ്രാവശ്യം അവിടെ കൈ വെച്ച്. കഷ്ടത്തിലൊരു മുഴയുണ്ട്, അവിടെയും തൊട്ട്. എന്നിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തള്ള വിരലിൽ ആരോ പിടിച്ച് പൊക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് പൂർണ്ണ ഇപ്പം തലവേദന ഇല്ല. മാറി, തലവേദന മാറി. ശരീരത്തിലൊക്കെയോ വേദന മാറി. എൻ്റെ ഈ വിരലിൽ ആരോ പിടിച്ച് ഇങ്ങനെ പൊക്കുന്ന പോലെ എനിക്ക് തോന്നി, അനുഭവപ്പെട്ടു. ഈ തള്ളവിരലിൽ ആരോ പിടിച്ച്. ആരായിരിക്കും പിടിച്ചത്? എൻ്റെ യേശു, എൻ്റെ കർത്താവ്. അമ്മേ സ്തോത്രം. 3-4 മാസമായിട്ട് ഈ തോളലിന് വേദനയായിരുന്നു. എൻ്റെ ഒരു കൈ ഇങ്ങനെ മുകളിലോട്ട് പൊക്കാനോ അല്ലെ വശത്തോട്ട് തിരിയാനും ഈ വശം തിരിയാനും പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. തിരിയത്തില്ലായിരുന്നു. ഈ വശത്തോട്ട് തിരിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പാൻക്രിയാസിൽ ക്യാൻസർ ആയിട്ട് ഓപ്പറേഷൻ ചെയ്തത് മൂലം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ അതികഠിന വേദനയായിരുന്നു. ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും ആ വേദനയുമായിട്ടാണ് വന്നത്. ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോഴും വേദനിച്ചായിരുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തൊട്ടു, ആ വേദന പൂർണ്ണമായി മാറി സൗഖ്യമായി. പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായി? എനിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അടുത്തിരിക്കുന്ന ആളിനോട് ചോദിച്ചു തണുക്കുന്നുണ്ടോന്ന്. അപ്പോൾ AC ആണെന്ന് പറഞ്ഞു. AC-യുടെ തണുപ്പ് എനിക്കറിയാം, പക്ഷെ അതല്ല, തണുപ്പ് എന്നെ വിറച്ചു. AC-യുടെ അല്ലാത്തൊരു തണുപ്പ് ശരീരത്തിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് നല്ല ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ വേദനയില്ല. ഇപ്പോൾ കൈ ഇങ്ങനെ പൊക്കാനൊക്കത്തില്ല നേരത്തെ. ഇപ്പം പൊക്കും താക്കും കുനിയെല്ലാം ചെയ്യാൻ എനിക്ക് എല്ലാം ചെയ്ത് നോക്കി. അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇല്ല. എത്ര നാളായിട്ട് ഉണ്ടായ അസുഖം? ഈ അസുഖം എന്ന് പറഞ്ഞാൽ 8 മാസമേ ഉള്ളൂ. ഓപ്പറേഷനും റേഡിയേഷനും
ഈ കീമോ എല്ലാം കഴിഞ്ഞതാണ്. റേഡിയേഷൻ കഴിഞ്ഞിട്ട് 25 ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇനി 23-ാം തീയതി പോകേണ്ടതാണ്. എന്നിട്ട് ഈ വേദനയായിരുന്നു. ഇപ്പം എനിക്ക് ആ വേദനയില്ല. വേദനയില്ല. കൈ പൊങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. കൈ പൊങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നല്ല പൊക്കാം. ഞാൻ അതിന് കൈ പൊക്കി നോക്കിയത് ആ വേദനയുണ്ടോ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. കരമടിച്ച് ഉള്ളം തുറന്ന് ഓ നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം, ഹല്ലേലൂയ യേശുവിന്. കായംകുളം എന്ന നാട്ടിൽ ഓ യേശു ജനങ്ങളെ തൊട്ടു, കുരുടർ ചെകിടർ മുടന്ന സകലരെയും യേശു സൗഖ്യമാക്കി. ഓ ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ. ബ്രദറെ, ഈ ആൻറ്റി ഇവിടെ വന്നപ്പോഴത്തെ കണ്ണിന് മൂടലായിരുന്നു. ആൻറ്റി പറയായിരുന്നു കണ്ണിലോട്ട് എന്തോ പ്രകാശം അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുതൽ. എത്ര നാളായിട്ട് മൂടലായിരുന്നു? ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ബ്രദർ കണ്ണി കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിച്ചം വന്ന് കണ്ണിനകത്തോട്ട് വെളിച്ചം വന്നു, കണ്ണിലേക്ക് ഒരു വെളിച്ചം വന്നു. എന്നിട്ട് ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ച് അപ്പോൾ എനിക്ക് ആ മങ്ങലങ്ങ് മാറി. ഇപ്പം മങ്ങല് മാറി, മൂടല് മാറി, ക്ലിയർ ആയിട്ട് കാണാം. കർത്താവ് കാഴ്ച കൊടുത്തതിനായി കർത്താവിന് നന്ദി അർപ്പിക്കാം. ബ്രദർ, ഇതൊരു അത്ഭുത സാക്ഷിയാണ്. ഈ സിസ്റ്ററെ തൊണ്ടയ്ക്ക് 7 വർഷമായിട്ട് മുഴയായിരുന്നു. അതുപോലെ തന്നെ മൂക്ക് ദശ വളർന്നു വന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമായ യേശു അവിടെ വിടുവിച്ചു. ഇപ്പം മുഴ അവിടെ ഇല്ല. നന്നായിട്ട് അറിയാമായിരുന്നോ? പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ. ഭാരം ഇറങ്ങിപ്പോയി. ഇപ്പൊ പരിശോധിച്ചു, ഫ്രീ ആയി. മുഴ അവിടെ ഇല്ല. മൂക്കിലും ദശ വളരുന്നുണ്ടായിരുന്നു. നിവർന്ന് കിടന്നുകൂടാ, മരണവെപ്രാളാണ്. ഞാൻ 7 വർഷമായി നിവർന്ന് കിടന്നിട്ട്. ഇപ്പൊ എനിക്ക് ഫ്രീ ആയതുപോലെ ഒരു മൂക്കിലേയും ഫ്രീ ആയി, തൊണ്ടയ്ക്കത്തെ മുഴയും ഫ്രീ ആയി, തൊണ്ടയിലെ മുഴയും മാറി, മൂക്കിൽ ദശയായിട്ട് സൗകര്യം പറഞ്ഞ മരണവെപ്രാളം പോലായിരുന്നു കിടക്കുമ്പോൾ. അതും ഫ്രീ ആയി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ മോള് ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇവിടെ തലയുടെ പുറകിലൊരു വേദന വരും. ഈ വേദന വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മുഖമെല്ലാം നീര് വെച്ച് വീർക്കും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ അവിടെ വിദ്യാഭ്യാസമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നിവിടെ വരുമ്പോഴൊക്കെ വേദനയുണ്ടായിരുന്നു. തലയ്ക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയം മോള് തന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷം ഒരു ചൂട് തലയിൽ ഇറങ്ങുന്നൊരു അനുഭവം ഉണ്ടായി. പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ ആ വേദന പൂർണ്ണമായി മാറി. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായേ? പ്രാർത്ഥിച്ചപ്പോൾ തലയുടെ പുറകിൽ വന്നപ്പോൾ ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചൂട് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് തലവേദന മാറി. ഒട്ടും പ്രശ്നമില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. ഈ കേട്ട സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസം രാവിലെ കാണുന്ന മെസ്സേജുകൾ, കേൾക്കുന്ന സന്ദേശങ്ങൾ നിങ്ങളുടേത് ജീവിതത്തിൽ പ്രവർത്തീകരിപ്പിക്കണം. ലെറ്റ് ദാറ്റ് വേർഡ്, അപ്ലൈ ദാറ്റ് വേർഡ് ഇൻ യുവർ ലൈഫ്. ജസ്റ്റ് ഈ പറയുന്ന ചുമ്മാ ഒരു മെസ്സേജ് കേട്ട് പോകുന്ന പോലെയല്ല. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് ടി വിയിൽ കേൾക്കുവാണെങ്കിൽ ആ മേൻ എന്ന് പറഞ്ഞൊന്ന് ഏറ്റെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ആൻഡ് യു ആർ ഗോയിങ് ടു സീ എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഫാദർ, ഐ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു, ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിനെ അവരുടെ ജീവിതത്തിലെ എല്ലാ അറകളും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജീസസ്, വാട്ട് എവർ ദാറ്റ് ദേ ആർ ഗോയിങ് ത്രൂ ഇൻ ദെയർ ലൈഫ്, കർത്താവ്, ഐ മൈറ്റ് നോട്ട് നോ ദ ഡെപ്ത് ഓഫ് ഇറ്റ്, ബട്ട് യേശുവെ യു നോ. കർത്താവിന് അറിയാമല്ലോ എൻ്റെ യേശുവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, പരിശുദ്ധാത്മാവെ അങ്ങത് പകരുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.